എയർ ആംബുലൻസിന് പകരം ജീവൻ രക്ഷാ ദൗത്യം വിജയിപ്പിച്ച് വന്ദേ ഭാരത്. ഹൃദയമാറ്റ ശസ്ത്രക്രിയയ്ക്കായി കൊല്ലം സ്വദേശിനിയെ എറണാകുളത്ത് എത്തിച്ചത് വന്ദേ ഭാരതിൽ. എറണാകുളം ലിസി ആശുപത്രിയിലാണ് ശസ്ത്രക്രിയ. വിവരങ്ങളുമായി രേഷ്മ ബാബു ചേരുന്നു. രേഷ്മ, ഹെലികോപ്റ്ററിലാണ് ഇത്തരത്തിലുള്ള വലിയ രക്ഷാ ദൗത്യങ്ങൾ ഇതിനു മുമ്പ് കേരളം കണ്ടിട്ടുള്ളത്. എന്നാൽ വന്ദേ ഭാരത് തീവണ്ടി കേരളത്തിലെത്തിയ ശേഷം ഒരുപക്ഷെ ആദ്യത്തെ രക്ഷാദൗത്യമാണ് ഇപ്പോൾ എയർ ആംബുലൻസ് എന്നുള്ള നിലയിൽ വന്ദേ ഭാരത് ഓടാൻ സാധിച്ചത്. കൊല്ലത്ത് നിന്നും എറണാകുളത്തേക്കായിരുന്നു 13 വയസ്സുകാരിയുമായിട്ടുള്ള ആ യാത്ര. അവിടെ എറണാകുളം റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ച ആ ബാലികയെ എറണാകുളം ലിസി ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുന്നു. ശസ്ത്രക്രിയയെ പറ്റിയുള്ള വിവരങ്ങൾ എന്താണ് ഏറ്റവും പുതിയത്? രേഷ്മ ബാബു. വിനോദ്, സാധാരണയായിട്ട് എയർ ആംബുലൻസിലൊക്കെ തന്നെ ഇത്തരത്തിലുള്ള ദൗത്യങ്ങൾ പൂർത്തീകരിക്കുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ ഇന്ന് എയർ ആംബുലൻസ് ലഭ്യമായിരുന്നില്ല. തുടർന്നാണ് കൊല്ലം സ്വദേശിനിയായിട്ടുള്ള 13 വയസ്സുകാരിയെ ഹൃദയമാറ്റ ശസ്ത്രക്രിയയ്ക്കായിട്ട് എറണാകുളത്ത് എത്തിച്ചത് വന്ദേ ഭാരത് ഉപയോഗിച്ചാണ്. വന്ദേ ഭാരതിലാണ് പെൺകുട്ടിയും കുടുംബവും കൊല്ലത്ത് നിന്നും 5 മണിയോടുകൂടി യാത്ര പുറപ്പെട്ടത്. 7 മണിയോടുകൂടി എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരുന്നു. അവിടെ അതിനു മുൻപ് തന്നെ ലിസി ആശുപത്രിയിൽ നിന്നുമുള്ള ആംബുലൻസും സംഘവും അവിടെ പ്രവേശന കവാടത്തിന് അരികിൽ നിലയുറപ്പിച്ചിരുന്നു. 7 മണിയോടുകൂടി ട്രെയിൻ എത്തിയ സമയത്ത് തന്നെ അച്ഛൻ തന്നെയാണ് കുഞ്ഞിനെ തോളിലേറ്റി ആംബുലൻസിലേക്ക് കൊണ്ട് എത്തിച്ചത്. അതിനുശേഷം നേരെ മിനിറ്റുകൾക്കുള്ളിൽ തന്നെ ആശുപത്രിയിലേക്ക് കുട്ടിയെ എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട്. ആദ്യഘട്ട പരിശോധനയിൽ ഈ ഹൃദയവുമായിട്ട് ഈ കുട്ടി ഹൃദയം മാറ്റിവെക്കാനായിട്ടുള്ള എല്ലാ പരിശോധനകളിലും വിജയമായിരുന്നു. അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ പൂർത്തീകരിച്ചതിന് ശേഷമാണ് നിലവിൽ ഈ ആശുപത്രി അധികൃതർ വിവരം കുടുംബത്തിനോട് കൈമാറുകയും ഉടൻ തന്നെ പുറപ്പെടാനായിട്ടുള്ള നിർദ്ദേശം നൽകുകയും ചെയ്തത്. അതിന്റെ അടിസ്ഥാനത്തിൽ 7 മണിയോടുകൂടി കുടുംബം ആശുപത്രിയിൽ അഡ്മിറ്റ് ആവുകയും ചെയ്തിട്ടുണ്ട്. ഇനി ഉള്ളത് ഈ ശസ്ത്രക്രിയ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ തന്നെയാണ്. 10:00 അങ്കമാലിയിലെ LF ആശുപത്രിയിൽ നിലവിൽ മസ്തിഷ്ക മരണം സംഭവിച്ച യുവാവിന്റെ ശരീരത്തിൽ നിന്നും ഹൃദയം വേർപെടുത്താനായിട്ടുള്ള ശസ്ത്രക്രിയ ആരംഭിക്കുമെന്നാണ് ആശുപത്രി അധികൃതർ വ്യക്തമാക്കിയിട്ടുള്ളത്. അതിനുശേഷം ഏകദേശം 11:30 ഈ ഹൃദയം വഹിച്ചുകൊണ്ടുള്ള സംഘം, ആശുപത്രിയിലെ ഡോക്ടർമാരടങ്ങുന്ന സംഘം നേരെ ലിസി ആശുപത്രിയിലേക്ക് എത്തും. അവിടെ ഈ പെൺകുട്ടിയുണ്ട്. പെൺകുട്ടിയുടെ ശസ്ത്രക്രിയ ഈ ഹൃദയം എത്തിച്ചതിന് ശേഷം ആരംഭിക്കുകയും ചെയ്യും. എന്തായാലും 6 മണിക്കൂർ സമയമാണ് സാധാരണ രീതിയിൽ ഈ ഹൃദയം വേർപെടുത്തിയതിന് ശേഷം ഉണ്ടാകുകയുള്ളൂ. ആ സമയത്തിനുള്ളിൽ തന്നെ ഈ ശസ്ത്രക്രിയകളൊക്കെ തന്നെ പൂർത്തീകരിക്കുകയും വേണം. എന്തായാലും ഒരു ജീവൻ രക്ഷാ ദൗത്യത്തിൽ വന്ദേ ഭാരത് നിർണായക ഘടകമായി മാറിയിരിക്കുന്നു. എയർ ആംബുലൻസ് ലഭിക്കാത്ത ഒരു സാഹചര്യത്തിലായിരുന്നു കുടുംബം വന്ദേ ഭാരതിനെ ആശ്രയിച്ചത്. എന്തായാലും ആ കാര്യങ്ങളിലൊക്കെ തന്നെ കൃത്യമായിട്ട് വിജയിപ്പിക്കാനായിട്ട് സാധിച്ചു. ഇനിയുള്ളത് ശസ്ത്രക്രിയയാണ്. അതിനു വേണ്ടിയിട്ടുള്ള നടപടികൾ ആശുപത്രിയിൽ പുരോഗമിക്കുകയാണ്. വിനോദ്, തീർച്ചയായും ജീവൻ രക്ഷാ ദൗത്യത്തിൽ വന്ദേ ഭാരതും പങ്കാളിയാകുന്നു. കൊല്ലത്ത് നിന്നും 13 വയസ്സുള്ള പെൺകുട്ടിയാണ് എറണാകുളത്തേക്ക് ഇന്ന് വൈകിട്ട് എത്തിച്ചത്. എറണാകുളം ലിസി ആശുപത്രിയിൽ ഇന്ന് രാത്രി ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടന്നേക്കുമെന്നുള്ള വിവരങ്ങളാണ് കൊച്ചിയിൽ നിന്നും രേഷ്മ ബാബു പങ്കുവെക്കുന്നത്.